ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. വാടി വീഴും പൂവുകളെ തുയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. സ്വാമി അഭയമയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ. അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. വാടി വീഴും പൂവുകളെ തുയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി.
ദേവു എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. ദേവു പോയിട്ടുണ്ട് അയ്യപ്പനെ കാണാൻ? കാണാൻ പോയിട്ടുണ്ട്. എത്ര തവണ പോയിട്ടുണ്ട്? 2 തവണ. 2 തവണ. ഓ അടിപൊളി. ചേക്കാം. ശരത് സർ എന്തോ നല്ല രസമായിട്ട് പാടി മോള്. താങ്ക് യു സർ. ഒരു ഭക്തി ഉണ്ടായിരുന്നു മോള് പാടുമ്പോ കേട്ടോ. താങ്ക് യു സർ. അതാ വേണ്ടത്. നന്നായിട്ട് പാടി മോള് താങ്ക് യു കേട്ടോ. സർ. അതില് ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. പിന്നെ മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 11 ആവുന്നു. അത്രയല്ലേ ഉള്ളൂ. കുഞ്ഞാണ്. അപ്പോൾ അത് മോള് പാടിയപ്പോൾ അതിനൊരു സുഖം ഉണ്ടായിരുന്നു. അത് കേൾക്കും. ഇത് വളരെ സിമ്പിളായിട്ടൊരു പാട്ടല്ലേ ഇത്. ഒരു കുഞ്ഞായിപ്പോ മോളിതിന്റെ ഇത് സീൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു അത്? അതൊരു കൊച്ചുകുട്ടി അയ്യപ്പനെ വിളിച്ചിട്ട് കളിക്കാൻ പോകുന്നു. കരയുന്നു. അതായത് സങ്കടങ്ങളെല്ലാം അയ്യപ്പനോട് പറഞ്ഞ്. അല്ല, അയ്യപ്പൻ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുമെന്നൊക്കെയാണ് കേട്ടോ. നന്നായിട്ട് പാടിടാ മുത്തേ. താങ്ക് യു സർ. ഓക്കേ ഷാനിക്ക നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഒരു ഡിവോഷണൽ സോങ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കണം. നമുക്ക് ആ ഡിവോഷൻ, ആ ഒരു എനർജി നമുക്ക് കിട്ടണം. മോൾ ഇവിടെ വന്ന് ഫസ്റ്റ് പാടിയതും ഡിവോഷണൽ സോങ് അല്ലേ? കപ്പടിച്ചതും ഡിവോഷണൽ സോങ് അല്ലേ? മോളൊരു ഡിവോഷണൽ സ്പെഷ്യലിസ്റ്റ് ആണോ? ഡിവോഷണൽ സ്റ്റാർ, അമ്പലവാസി, ഡിവോഷണൽ സ്റ്റാർ ദേവുട്ടി. നന്നായിട്ട് പാടി മോളെ. ഒരു എനിക്കാകെ മറ്റേ ഉള്ളിൽ വില്ലടിച്ചാൻ പാട്ട്, അത് ആ ഒരു ഹൈ പോകുമ്പോൾ മാത്രം കുഞ്ഞൊരു ക്രാക്കിനെസ് പോലെ ഒന്ന് ഫീൽ ചെയ്തു. അതർവൈസ് നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു. എല്ലാ സൈഡ്സും മോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ബേസിക്കലി ഇതാണ് നമുക്ക് ആ ഡിവോഷൻ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ചിലത് ഒക്കെ പാട്ട് അതിന്റെ വഴിക്ക് പോകുന്നുണ്ടാവും, ചിലപ്പോൾ ഡിവോഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് ശരിക്കും നമുക്ക് ആ ഡിവോഷൻ ഫീൽ ചെയ്തു മോളെ. സോ വെരി ഗുഡ് ജോബ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ നന്നായിട്ട് പാടി മോളെ, നല്ല രസമാണ്. ഇത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടാണ് അയ്യപ്പനെ പറ്റിയുള്ള. അത് മോള് നന്നായിട്ട് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് നല്ല രസമാണ്, നല്ല ഡിവൈൻ ആയിരുന്നു കേൾക്കാനും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒറിജിനൽ പോലെ തന്നെ വളരെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിചേട്ടാ. ദേവു സൂപ്പർ കമന്റ്സ് ഒക്കെയാണ്. മാർക്ക് വെക്കാം. Ready? Yeah, we are ready. We are waiting. Yeah, okay. Then Sharat sir, please. മോളെ സ്വാമി ശരണമയ്യപ്പ 9 മാർക്ക്. താങ്ക് യു സർ. Thank you Sharat sir. Shanika. ദേവുട്ടി 9. താങ്ക് യു സർ. Thank you Shanika. ഹരിചേട്ടാ 9. താങ്ക് യു സർ. ഞാൻ വിചാരിച്ചു അവന് 9 പറയുന്നു. നമുക്ക് ദേവുട്ടിക്ക് കുറച്ച് കാശും കൂടി കൊടുക്കാം. കൊച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ടോട്ടൽ 27 മാർക്സ് കിട്ടി. ഇനി കുറച്ച് കാശ് വരുന്നുണ്ട്. സന്തോഷായോ? നല്ല മാർക്കും കിട്ടി, പൈസയും കിട്ടി. ഇനിയിപ്പോ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.